ഹായ് നമസ്കാരം. ബ്ലാക്ക് കോഫിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Dr. Daniel James. I think my phone has been compromised. മമ്മൂക്ക, മോഹൻലാൽ, ഫഹദ് ഫാസിൽ ആൻഡ് കുഞ്ചാക്ക ബോബൻ. എനിക്കറിയാവുന്ന ഡാനിയലിന് ഒന്നും സംഭവിക്കില്ല. Someone is helping him. നമുക്ക് പാട്രിയറ്റ് എന്ന മൂവിയുടെ റിവ്യൂ ആണ് എന്നുള്ളത്. ഞാനിപ്പോൾ മൂവി കണ്ട് ഒരു അരമണിക്കൂറായിട്ടുള്ള വീട്ടിലെത്തിയിട്ട്, അപ്പോൾ അതിൻ്റെ റിവ്യൂ ആണ്. അതായത് മമ്മൂട്ടി, മോഹൻലാൽ, മഹേഷ് നാരായണൻ, ഫഹദ് ഫാസിൽ ആൻഡ് കുഞ്ചാക്ക ബോബൻ. ഒരു ഇടിവെട്ട് പടം. His life is under threat there. Wherever he is, find me Daniel right now. ഈ ഫിലിം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾക്ക് ബോറടിക്കില്ല. നമ്മളെപ്പോഴും ഇതിലേക്ക് ഇങ്ങനെ ഒറ്റ നോക്കിക്കൊണ്ടിരിക്കും, വാട്ട് ഈസ് നെക്സ്റ്റ്. അപ്പം അത്തരം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഇതിൽ മേജർ റോൾസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്ക തന്നെയാണ്. മമ്മൂക്കയാണ് ത്രൂ ഔട്ട് മൂവി കൊണ്ടുപോകുന്നത്. ദെൻ മോഹൻലാൽ ഒരു ഹാഫ് ടൈമിന് ശേഷമാണ് ഇതിൽ വരുന്നത്. ദെൻ ഒരു സർട്ടൺ ടൈം കഴിയുമ്പോൾ മോഹൻലാൽ അല്ല, പക്ഷെ ഞങ്ങളുടെ സൗഹൃദം തുടങ്ങിയിട്ട് ഇന്നേ വരെ ഡാനി എന്നോടൊരു സഹായം ആവശ്യപ്പെട്ടിട്ടില്ല. മമ്മൂക്കയാണ് ഈ മൂവി റൺ ചെയ്യുന്നത്. ഇതിൽ ഫഹദ് ഫാസിലുണ്ട്, ആൻഡ് ദെൻ കുഞ്ചാക്ക ബോബൻ ഉണ്ട്, പിന്നെ നയൻതാരയുണ്ട്, പിന്നെ മറ്റേ പുതിയൊരു പെൺകുട്ടി ഉണ്ടല്ലോ. Wherever he is, find me Daniel right now. Daniel has been എന്തൊക്കെ ചെയ്തു, ആരെയൊക്കെ കണ്ടു, I will play the video, each and everything. ഈ സിനിമ ഒരു 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 സീരിയസ് ഫിലിമാണ്. അതിൽ തമാശയോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഒരു സോങ് ഉണ്ട്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സോങ് Not to be a traitor. So the ഫിലിമിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കുമ്പോൾ ആ സോങ്ങിന് വലിയ പ്രാധാന്യം ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ കുറച്ച് സമയത്ത് ഒരു മോണോലോഗ് ടൈപ്പായിട്ട് കുറച്ച് ലോങ് ആയിട്ട് പോകുന്നുണ്ട്. അതൊരു ചെറിയൊരു അസ്വസ്ഥ എന്താ വെച്ചാലും മൂവി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. I need redemption. സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവിയാണത്. സൈബർ സെക്യൂരിറ്റി നമ്മൾ എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കാം, ചീത്ത രീതിയിൽ ഉപയോഗിക്കാം, അതെങ്ങനെയൊക്കെ ഓരോ ലൈഫിനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു മൂവി തന്നെയാണ്. നമുക്ക് ചിലപ്പോഴൊക്കെ പ്രശ്നം വരിക എങ്ങനെയാണെങ്കിൽ, ഒരു സർട്ടൺ ഗ്രൂപ്പിന് ചിലപ്പോൾ ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാത്ത ആളുകൾക്ക് ചിലപ്പോൾ പടം ബോറിംഗ് ആയിട്ട് തോന്നാം. എന്നതാ പറയുന്നത്. അതിപ്പോൾ അവരുടെ കുറ്റമല്ല, ആ കാലഘട്ടത്തിൻ്റെ പ്രശ്നമുണ്ട്. പക്ഷേ പ്രസന്റ് കണ്ടീഷൻസിലൊക്കെ ജീവിക്കുന്ന ചെറിയ യങ്സ്റ്റേഴ്സിനൊക്കെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. നമ്മളുടെ സൈബർ ഇഷ്യൂസിനെ കുറിച്ചൊക്കെ അവെയർ ആയിട്ടുള്ള ആളുകൾക്ക് വല്ലാത്ത രീതിയിൽ. The passenger has taken the opposite exit and he is going to the next terminal. How's that possible? തിങ്കിങ്ങിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ്. നമ്മൾ ഇനിയും ഈ ഗാഡ്ജറ്റ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി കെയർഫുൾ ആവാൻ വരെ സാധ്യതയുള്ള രീതിയിലാണ് ഈ ഫിലിം മുന്നോട്ട് പോകുന്നത്. മഹേഷ് നാരായണന്റെ മേക്കിങ്ങിനെ കുറിച്ച് ഒന്നും പറയണ്ട, നിങ്ങൾക്കറിയാം. ഞാൻ പറയാണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് എപ്പോഴും ഒരു ആങ്സൈറ്റി തരുന്ന ഒരു മൂവിയാണ്. അത് നമ്മൾ വെറുതെ മൂവിയിൽ നിന്ന് നമുക്ക് ഒരിക്കൽ പോലും മാറ്റാനുള്ള ഒരു ഇത് തോന്നില്ല. അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർ ചെയ്തത്. ശരിക്കും മമ്മൂക്ക തന്നെയാണ് ത്രൂ ഔട്ട് ഈ മൂവിനെ റൺ ചെയ്യുന്നത്. പിന്നെ കുറെ ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ വേറെയാണ്. നയൻതാരയൊക്കെ അതിൽ ഉണ്ടെന്നേ ഉള്ളൂ. വലിയ കാര്യമായിട്ടുള്ള ഒരു റോളെന്നൊന്നും പറയാൻ നമുക്ക് പറ്റില്ല. Daniel has been എന്തൊക്കെ ചെയ്തു, ആരെയൊക്കെ കണ്ടു, I will play the video, each and everything. മോഹൻലാലും മമ്മൂക്കയാണ്. മമ്മൂക്ക കഴിഞ്ഞാൽ സെക്കൻഡ് നമ്മൾ പറയുന്നത് മോഹൻലാലാണ്. പിന്നെ ഫഹദ് ഉണ്ട്, കുഞ്ചാക്ക ബോബൻ ഉണ്ട്. നമ്മൾ ഒരുമിച്ചല്ലേടാ എല്ലാം തുടങ്ങിയത്. മൂവിനെ ത്രൂ ഔട്ട് കൊണ്ടുപോകുന്ന റോൾസ് ആണെന്നും പറയാൻ പറ്റില്ല, എന്നാൽ ഇമ്പോർട്ടൻ്റ് ആണ് താനും, അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ സബ്ജക്റ്റ് തന്നെയാണ് ഇതിലെ ഹൈലൈറ്റ്. അതെങ്ങനെ ചെയ്തിരിക്കുന്നു എന്ന് തന്നെയാണ് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ ആളുകൾ ഇതിനെക്കുറിച്ച് നെഗറ്റീവ് പറയാൻ വഴിയുണ്ട്. കാരണം അവരുടെ ഒരു നോളേജ് ഗ്യാപ്പ് ഇതിനെ ബാധിക്കാൻ വഴിയുണ്ട്. കാരണം ഞാൻ പറയുന്നത് കുറ്റം പറഞ്ഞതല്ല, അണ്ടർസ്റ്റാൻഡിങ് കുറച്ച് പ്രശ്നം വരും. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുമെന്നൊക്കെ നമ്മൾ ആലോചിച്ച് പോകുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഒരു 3.5 ഏകദേശം 3-3.5 മണിക്കൂറോളം പോകുന്നൊരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. കാരണം അതിൻ്റെ ഒരു വിഷ്വൽ എഫക്റ്റും അതിൻ്റെ ഒരു സൗണ്ട് എഫക്റ്റൊക്കെ നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ തന്നെ തിയേറ്ററിൽ തന്നെ പോയി കാണണം. നമ്മൾ സ്റ്റാർട്ടിങ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണ പോലെയല്ല ഈ മൂവി സ്റ്റാർട്ട് ചെയ്യണം. അതൊരു, ഞാൻ ആദ്യം വിചാരിച്ചിരുന്ന സ്ലോ പേസിൽ പോയിട്ടായിരിക്കും മൂവി ഒരു ഹൈപ്പിലത്. ഇത് ഫുൾ ടൈം
ഹൈപ്പ് തന്നെയാണ്. മീൻസ് ഓരോ ഇൻസിഡൻസും ഒന്നിനു പുറകെ ഒന്നായി വരുന്ന ഇൻസിഡൻസ് അത് കോർത്തിണക്കിയിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കുന്ന ആളുകൾ ഒരിക്കലും മൂവിയിൽ വിട്ടുപോകാത്ത രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു മൂവി. അപ്പോൾ ഹാറ്റ്സ് ഓഫ് ടു ദ ടീം. മമ്മൂക്ക, മോഹൻലാൽ ആൻഡ് ഫഹദ് ഫാസിൽ, മഹേഷ് നാരായണൻ ആൻഡ് കുഞ്ചാക്കോ ബോബൻ, അടിപൊളി. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണാം. ഓക്കെ, താങ്ക് യു.